ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് വിശുദ്ധ നാട്ടിലെ ജോർദാൻ നദിയിലാണ്. ബൈബിൾ ചരിത്രത്തിലും ക്രൈസ്തവ പാരമ്പര്യത്തിലും ജോർദാൻ നദിക്ക് വളരെ വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഗലീലിയ കടൽ തീരത്ത് നിന്ന് ആരംഭിച്ച് ചാവുകടൽ വരെ ഒഴുകുന്ന ഒരു നദിയാണ് ജോർദാൻ നദി. ദൈവം ഇസ്രായേലിന് വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്തിൻ്റെ കിഴക്കൻ അതിരാണ് ജോർദാൻ നദി. പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 40 വർഷത്തെ മരുഭൂമി വാസത്തിന് ശേഷം ഇസ്രായേൽ ജനം ജോഷുവയുടെ നേതൃത്വത്തിൽ ജോർദാൻ നദി കടന്നാണ് കാനാൻ ദേശത്ത് പ്രവേശിച്ചത്. അതുപോലെ തന്നെ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നാമാൻ ജോർദാൻ നദിയിൽ 7 തവണ മുങ്ങിക്കുളിച്ചപ്പോഴാണ് കുഷ്ഠരോഗത്തിൽ നിന്ന് മോചനം ലഭിച്ചത്. ഇസ്രായേൽ ജനം ജോർദാൻ നദിയിലൂടെ ഉണങ്ങിയ നിലത്തൂടെ കടന്നു എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ജോഷുവ ജോർദാൻ നദിയിൽ നിന്ന് 12 കല്ലുകൾ എടുത്ത് ഗിൽഗാലിൽ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഏലിയ പ്രവാചകൻ തൻ്റെ മേലങ്കിയെടുത്ത് ജോർദാൻ നദിയിൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്ക് മാറി ഇരുവരും ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എലീഷ പ്രവാചകനും തൻ്റെ ദൗത്യങ്ങൾ ആരംഭിച്ചത് ഈ ജോർദാൻ നദി തീരത്തിൽ നിന്നാണ്. പുതിയ നിയമത്തിലും ജോർദാൻ നദിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ജോർദാൻ നദിയിൽ വെച്ചാണ് സ്നാപയോഹന്നാൻ മാമോദീസ അനേകർക്ക് കൊടുത്തിരുന്നത്. ഈശോ സ്നാപയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നത് ജോർദാൻ നദിയിൽ വെച്ചാണ്. അവിടെ നിന്നാണ് ഈശോയുടെ പരസ്യ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതും അതുപോലെ തന്നെ ത്രിയേക ദൈവം തന്നെ വെളിപ്പെടുത്തിയതും ജോർദാൻ നദിയിൽ ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോഴാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ജോർദാൻ നദിയിൽ ഇറങ്ങി പലരും അവരുടെ മാമോദീസ വ്രതം പുതുക്കി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവിടുന്ന് ജോർദാൻ നദിയിലെ ജലം പലരും ശേഖരിച്ചു. ഈ ജലം കുടിക്കാൻ കൊള്ളത്തില്ല, പക്ഷേ എന്നിരുന്നാലും അത് പലരും ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചു. ചിലവർ ചെറിയ കല്ലുകൾ പറക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ മേടിച്ച് അനേകരിവിടെ സ്നാനപ്പെടാറുണ്ട്. പിന്നെ മറ്റ് ക്രൈസ്തവ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അനേകർ ഇവിടെ വരുന്ന തീർത്ഥാടകർ ഈ ജോർദാൻ നദിയിൽ ഇറങ്ങി അവിടെ പ്രാർത്ഥിച്ച് നമ്മൾ മാമോദീസ നടത്തിയ വ്രതങ്ങൾ നവീകരിക്കുന്ന ഒരു ചടങ്ങ് വ്യക്തിപരമായിട്ട് ചെയ്യാറുണ്ട്. ഞാനും അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചു, മമ്മിയും എല്ലാവരും പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ തീർത്ഥാടകരും പ്രാർത്ഥിച്ചു. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ജോർദാൻ നദിയിലുണ്ടായിരുന്നത്. നിങ്ങളെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.